Hi students, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻറ്റീജേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. 3 ടൈപ്സിലാണ് നമ്മൾ മെയിനായിട്ട് ഇൻറ്റീജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ, ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ അതിന് ഷോർട്ട് ഫോമാണ് SMR. അതിൽ നമ്മൾ ഒരു ഡെസിമൽ അല്ലെങ്കിൽ ഒരു നമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡെസിമലിൽ നിന്ന് ബൈനറി ആക്കണമാതിരി തന്നെ ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ കിട്ടുമ്പോൾ അത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന് മുന്നിൽ എന്താണ് ആഡ് ചെയ്യേണ്ടത്, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അത് എന്താണ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സൈൻ കൺവെൻഷൻ കൊടുത്ത് ഒരു ഡെസിമലിനെ ബൈനറി ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് MSB എന്ന് പറയുന്നത്, ഇതാണ് സൈനിനെ കാണിക്കുന്നത്. നമ്മുടെ നമ്പറിനെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തീരുമാനിച്ചിട്ട് അതിന് മുന്നിൽ 0 ഇടണോ 1 ഇടണോ എന്ന് കാണിക്കുന്ന ഇതിനെയാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ 5നെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ 101 ആണ്. ഇതിനെ ഞാൻ 8 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം 7 ബിറ്റായിട്ട് സാധാരണ ചെയ്യണ മാതിരി സീറോസ്, മാക്സിമം സീറോസ് എത്രയാണോ നമുക്ക് 7 ബിറ്റ് നോക്കാം. കിട്ടിയ നമ്പറിൻ്റെ മുന്നിൽ സീറോസ് ആഡ് ചെയ്തിട്ട് അതിന് 7 ബിറ്റ് ആക്കുക. അത് തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റത്തെ ബിറ്റ് 0യും നെഗറ്റീവ് ആണെങ്കിൽ ഫസ്റ്റത്തെ ബിറ്റ് 1 ആക്കി മാറ്റണം. അപ്പോൾ സാധാരണ ബൈനറി ചെയ്യണ മാതിരി ചെയ്തിട്ട് നമുക്ക് കിട്ടിയ വാല്യൂവിൻ്റെ ഫ്രണ്ടിൽ, അതായത് ലെഫ്റ്റിലാണ് നമ്മൾ സീറോസ് ആഡ് ചെയ്യണേ. എന്നിട്ട് ആ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയണത് ആദ്യം ഇപ്പോൾ 7 ബിറ്റാക്കി മാറ്റിയിട്ട് ഫസ്റ്റത്തെ ബിറ്റ് നമ്മുടെ സൈനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പോസിറ്റീവ് ആണ് സൈൻ എന്ന് വെച്ചാൽ അത് 0യും നെഗറ്റീവ് ആണ് സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 1ഉം കൊടുക്കണം. ഇങ്ങനെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ചെയ്യണത്. ഒരു മാർക്കിൻ്റെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതാണ് വൺസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യണതും ഇതേമാതിരി തന്നെ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടാവും. അത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. നമ്മൾ സാധാരണ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ 8 ബിറ്റാക്കി മാറ്റുക. 8 ബിറ്റ് ആക്കണത് നേരത്തെ മാതിരി തന്നെ കിട്ടിയ ആൻസറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് സീറോസ് ആഡ് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ ആൻസർ. പോസിറ്റീവ് 21 എന്ന് പറഞ്ഞാൽ സാധാരണ ബൈനറി ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ സീറോസ് ആഡ് ചെയ്യുക, എന്നിട്ട് 8 ബിറ്റാക്കി അതിന് മാറ്റുക. ഇനി നെഗറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ പോസിറ്റീവ് കണ്ടുപിടിച്ച്, അതായത് നമ്മുടെ ബൈനറി ആക്കിയതിന് ശേഷം അതിന് സീറോസ് ആഡ് ചെയ്ത് 8 ബിറ്റ് ആക്കിയതിന് ശേഷം 0 ഉള്ളതിനെയൊക്കെ 1 ആക്കുക, 1 ഉള്ളതിനെയൊക്കെ 0 ആക്കുക. അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ വൺസ് കോംപ്ലിമെൻ്റ് ആക്കിയതിന് ശേഷം സീറോസിനെയൊക്കെ 1 ആക്കണം, 1നെയൊക്കെ 0യും ആക്കണം. നോക്കിയാൽ ആദ്യത്തെ 3 0 അതിനെ 3 1 ആക്കി മാറ്റി. നെക്സ്റ്റ് 1 0 1 അതിനെ 0 1 0, ലാസ്റ്റ് 0 1 അതിനെ 1 0. നേരെ ഓപ്പോസിറ്റ്, അതായത് 0നെ 1 ആക്കുക, 1നെ 0 ആക്കുക. ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ്. ഈ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്ത മാതിരി ചെയ്തിട്ട് സീറോസ് ആഡ് ചെയ്ത് 8 ബിറ്റാക്കി വയ്ക്കുക. പോസിറ്റീവായ ഒരു നമ്പറിന് ടൂസ് കോംപ്ലിമെൻ്റ് ഇല്ല. ഇനി നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ 2 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂവിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് കാണണം. വൺസ് കോംപ്ലിമെൻ്റ് എങ്ങനെ കാണാം? ബൈനറി ആക്കുക, ബൈനറി ആക്കിയിട്ട് ബിറ്റ് 8 ബിറ്റ് ആക്കി മാറ്റി സീറോസിനെയൊക്കെ 1ഉം 1നെയൊക്കെ 0 ആക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ ലാസ്റ്റിൽ 1 ആഡ് ചെയ്യാം. 0യും 1ഉം വന്നു കഴിഞ്ഞാൽ 1, ബാക്കി നമ്പേഴ്സിനൊന്നും വ്യത്യാസമില്ല. ലാസ്റ്റ് നമ്പർ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യണത് കേട്ടോ. അവിടെ മാത്രം ഒരു 1 ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റും ചെയ്യുന്നത്. ഇനി ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്, അതായത് ഇൻറ്റീജറും ഇതൊക്കെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ, ഇനി ഫ്ലോട്ടിംഗ് നമ്പേഴ്സായ ഇൻറ്റീജറും ഫ്രാക്ഷൻസും ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് നമ്മുടെ എക്സ്പോണൻ്റ് ആൻഡ് മാൻഡിസ മെത്തേഡ്, ഈ മെത്തേഡ് വെച്ചിട്ടാണ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എന്താണ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്സിലൊക്കെ കെമിസ്ട്രിയിലൊക്കെ കോൺസ്റ്റൻസും അല്ലെങ്കിൽ വാല്യൂസൊക്കെ എഴുതുമ്പോൾ, ലോങ് റേഞ്ച് വാല്യൂസൊക്കെ എഴുതുമ്പോൾ 1 × 10⁻² സംതിങ് അല്ലേ, അങ്ങനെയൊക്കെ എഴുതണേനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ 1 × 10⁻⁻25 എന്ന് പറയുന്ന നമ്പറിന് 2 ഭാഗങ്ങളുണ്ട്, മാൻഡിസയും എക്സ്പോണൻറ്റ്. മാൻഡിസ
എന്ന് പറയുന്നത് 24 ബിറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോറേജാണ് എക്സ്പോണൻസിന് 8 ബിറ്റ്സ് വരെ. അപ്പോൾ ഫ്ലോട്ടിംഗ് നമ്പേഴ്സായ എക്സ്പോണൻറ്റും മാൻറ്റീസിയും എൻ്റെ ബിറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 ബിറ്റ്. വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ്. ചെറിയ മാർക്കിനൊക്കെ 2 മാർക്ക് 3 മാർക്കിൽ നമുക്ക് 3 വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോ മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണിത് കേട്ടോ.